ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. ആ സ്മോക്ക് വരും. റെഡി സാർ. ഒന്നടിച്ചേ. സത്യം പറഞ്ഞ മടുത്തറ നിർത്താൻ പോണേണ്. എന്റെ പൊന്ന് സബാനെ, ഇതുകൊണ്ടൊന്നും നീ പരിപാടി നിർത്താൻ പോണില്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എടാ പോയത് പോട്ടറാ, നീ അടുത്ത പരിപാടി പിടിക്ക്. എടാ നിനക്കുള്ള എന്തായാലും നിന്റെ അടുത്ത് എത്തും, എന്റെ മുമ്പിൽ വന്ന് നിൽക്കും. என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே ഒരേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും കളിക്കുന്നതിന്റെ ഇടയിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് നല്ലൊരു ടീം ഇട്ടു, പക്ഷെ ആ ടീം പെർഫോം ചെയ്യുന്നില്ല. ആകെ 3 ടീമുള്ള കോമ്പീറ്റ് ചെയ്യുക, എന്നിട്ട് അതിലും നമ്മൾ ലാസ്റ്റ് ആയി പോവുക. വളരെ ശോചനീയമായ അവസ്ഥ. ആകെ ഉണ്ടായിരുന്ന സേവിങ്സ് ഇരട്ടിപ്പിക്കാൻ ഉള്ള ഒരു പരിപാടിക്ക് ചെയ്തതായിരുന്നു, പക്ഷെ അത് നഷ്ടത്തിലായി. അപ്പൊ ഇങ്ങനെ സമയത്ത് നമ്മളെ കൈ പിടിച്ച് കയറ്റാൻ നല്ലൊരു ടെക്നിക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നമുക്ക് പലരും തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ പേര് ജിഷ്ണു, നമ്മുടെ ചാനലിന്റെ പേര് ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മൈ 11 സർക്കിളിന്റെ ഒരു എംബ്ലമൊക്കെ നമ്മുടെ തമ്മിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ 11 സർക്കിൾ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ആ ആപ്പ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രീം 11 അതുപോലെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്രീം 11 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി താഴെ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഡ്രീം 11 ഈ പറയുന്ന ട്രിക്ക് തീരെ വർക്കാവാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഡ്രീം 11 കൂടുതലാണ് കമ്പയർ ടു മൈ 11 സർക്കിളോ ബാക്കി ആപ്ലിക്കേഷനൊക്കെ. അപ്പൊ ഇതിലെന്താണ് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 അതായത് 3 ആൾ കളിക്കുന്ന കോൺടെസ്റ്റിലാണ് ഞാൻ ഈ പറയുന്ന ഫോർമുല എന്താ പറയാ അപ്ലിക്കബിൾ ആണ്. അതിന് കൂടുതൽ ആക്കുന്ന അതിൻ്റെതായ കുറച്ച് പണികളുണ്ട്. പക്ഷെ 3 പേരയിലൊക്കെ ആണെച്ചാൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഈ കാര്യം നടത്തിയെടുക്കാം. അപ്പൊ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ ഹെഡ് ടു ഹെഡ്, അതായത് നമ്മളൊരു 30% ചാൻസ് വിന്നിങ് ഉള്ള കളികൾ, അതായത് 3 ആൾ കളിക്കും, 1 ആൾ ജയിക്കും. ആ കളികൾ കളിക്കുമ്പോൾ മൈ 11 സർക്കിളിൽ എന്ന് ഞാൻ പ്രത്യേകം പറയാം. കാരണം മൈ 11 സർക്കിൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടേ. ഞാൻ ഇട്ട ടീമിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടേ. അപ്പോൾ ആ വീഡിയോ വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഇന്നും ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസം വരെ വർക്കിംഗ് ആണ്. ഇനിയിപ്പോ ഒറ്റയടിക്ക് മൈ 11 സർക്കിളിൽ കുറെ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ ആസ് ഓൺ ഡേറ്റ് ആണ് ഈ സംഭവം, വർക്കിംഗ് ആണ്. ഫ്യൂച്ചറിലും വർക്കാവുമെന്ന് വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മൈ 11 സർക്കിളിലാണ് കളിക്കുന്നതെങ്കിൽ എപ്പോഴും വന്നിട്ട് ഒരു 50 രൂപയുടെ മുകളിലുള്ള കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാം. 50, 100, 200. 200ന്റെ മുകളിലാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സക്സസ് ആണ്. 50ന്റെ മുകളിലായാലും കുഴപ്പമില്ല. അതായത് നിങ്ങളൊരു 70, 75 രൂപയുടെ 3 ആൾ കളിക്കുന്ന കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. നിങ്ങളൊരു ടീം ഇട്ടു. ഇനിയാണ് നമ്മുടെ ട്രിക്ക് പ്രയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് വന്നിട്ട് ഒരു ഫ്രണ്ട്, നിങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള ഫ്രണ്ട് ഉണ്ട്, നിങ്ങളുടെ അപ്പോൾ കട്ടയ്ക്ക് നിങ്ങളൊരു ആപത്തിൽപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സിലേക്ക് പോലത്തെ കട്ട ചങ്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചങ്ക് ഉണ്ടെങ്കിൽ സുഖമാണ്. പുള്ളി ഇത് കളിക്കുന്ന ആളാഴ്ച ഒന്നുകൂടി സുഖമാണ്. അപ്പോൾ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് അങ്ങ് തുടങ്ങാം. ആ 3 പേരിൽ 2 ആൾ നിങ്ങളാവുക. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ 15 രൂപ 20 രൂപ വരെ കിട്ടുക ചിലപ്പോൾ ഫാസ്റ്റ് ഫില്ലിംഗ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ സാധനം ഫില്ലായി പോകും. അതുപോലെ കളി തുടങ്ങാൻ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് നേരം ചെയ്യരുത്. തലേദിവസമോ അതിന് 2 ദിവസം മുന്നേ ഒക്കെ തന്നെ ഈ പറയുന്ന കോൺടെസ്റ്റുകളിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ വന്നിട്ട് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ജോയിൻ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരേപോലെ സമയത്തിരിക്കുക, 2 ആളും സെയിം കോൺടെസ്റ്റിലേക്ക് വരിക. അപ്പൊ എന്താ ഗുണം വെച്ചാൽ 3 ആള് 2 ആള് നിങ്ങളുടെ സെയിം ഫണ്ടാണ്, നിങ്ങളായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല എന്ന് വെച്ചാൽ സ്വയമായി, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് തുടങ്ങുക, അതിലും കുറച്ച് ഫണ്ട് റീചാർജ് ചെയ്യുക, 2ലും ഒരേ സമയം കളിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം വെച്ചാൽ നമ്മുടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 66% അതിൽ നമുക്ക് 2ലും 2 ബെസ്റ്റ് ടീം ഇടാം. അപ്പൊ അതില് നമ്മുടെ ടീം ജയിക്കാനുള്ള സാധ്യത അത്രയധികം കൂടുതലാണ്, അത്രയും പ്രോബിലിറ്റി ആണ്. ഇത് വന്നിട്ട് നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു മെത്തേഡാണ്. കറന്റ് ഞാൻ അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ടിപ്പ്. ഇത് ഹെഡ് ടു ഹെഡ് കോൺടെസ്റ്റും അതുപോലെ തന്നെ ഭയങ്കരമായ ഫാൻ ബേസ് ഇല്ലാത്ത ഈ ഫാന്റസി ആപ്ലിക്കേഷൻ ഡ്രീം 11 ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു ദിവസം മുമ്പിട്ടാലും ചിലപ്പോൾ ഒറ്റയടിക്ക് അത് ഫില്ലായി പോയി വരാം, കാരണം അത്രയധികം പ്ലേയേഴ്സ് കളിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അവനവന്റെ റിസ്കിലും കാര്യത്തിലൊക്കെ നോക്കുക. നമ്മൾ വന്നിട്ട് ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യും,
ഒന്നും വേണ്ടിയിട്ടല്ല. നമ്മളൊരു എന്റർടൈൻമെന്റ് പർപ്പസിനും അതുപോലെ തന്നെ കളിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനമാവട്ടെ എന്ന് വെച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളാരെയും ഈ ഗാംബ്ലിംഗ് കളിക്കാനോ അല്ലെങ്കിൽ ബെറ്റ് ചെയ്യാനോ പ്രേരിപ്പിക്കുന്നതല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആച്ചാൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഈ വർഷത്തെ IPL ടൈറ്റിൽ ആര് വിൻ ചെയ്യുമെന്നൊന്ന് എല്ലാവരും കമന്റ് ചെയ്യാം.